ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് കൂടി പോകുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ആദ്യം സുധാകരൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സുധാകരനില്ലാതെ കോൺഗ്രസിന് മുന്നേറാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് സുധാകരനടക്കം 15 സീറ്റുകളിൽ മത്സരിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ ഒരു കണ്ണൂർ എന്ന് പറയുന്ന ഒരൊറ്റ സീറ്റിന് വേണ്ടി മറ്റ് സീറ്റുകൾ കൂടി ബലി കഴിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുകയാണോ? നീലിമ, ചിലരെല്ലാം ചില ഇടങ്ങളിൽ അനിവാര്യരാണ് എന്നതാണ് പൊതുവെ കോൺഗ്രസിന്റെ ഒരു രീതിശാസ്ത്രം. ഇവിടെ നോക്കൂ, കോൺഗ്രസ് പാർട്ടി ഓൾ ഇന്ത്യ പാർട്ടിയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് ഹൈക്കമാൻഡാണ്, ആത്യന്തിക തീരുമാനങ്ങൾ. ഒരു കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്. സംസ്ഥാനത്തിന്റെ തീരുമാനങ്ങളും ആത്യന്തികമായി സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടെ KC വേണുഗോപാലും ചേർന്ന് അന്തിമമായി സ്ഥിരീകരിക്കുന്ന ഒരു കാഴ്ച. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രധാനമായി ഉരുത്തിരിഞ്ഞു വരുന്നത് കണ്ണൂരെ കാര്യമാണ്. കാരണം കോൺഗ്രസ് മുന്നോട്ട് വെച്ച 5 ഇന വികസന പദ്ധതികളുണ്ട്. രാഹുൽ ഗാന്ധി വന്ന് മുന്നോട്ട് വെച്ച 5 പ്രോമിസുകൾ, ഒരുപക്ഷെ നടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ചില പ്രോമിസുകൾ ഉൾപ്പെടെയാണ്. അതൊക്കെ ചർച്ച ചെയ്യേണ്ട വാല്യുബിൾ ടൈം കളഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ തന്നെ വളരെ ആത്മവിശ്വാസത്തോടെ അഹങ്കാരത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും. അത് തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മളത് കണ്ടു. ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് മറ്റെല്ലാ പാർട്ടികളെയും വലിയ രീതിയിൽ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് ആദ്യം തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് വെച്ചു. അതിൽ സരിൻ വിഷയമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഇതൊക്കെ പുറത്തുപോയി. എങ്കിൽ തന്നെ കറക്റ്റ് സമയത്ത് മുന്നോട്ട് വെക്കാൻ സാധിച്ചു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ മറ്റേത് തെരഞ്ഞെടുപ്പിനേക്കാൾ ഡു ഓർ ഡൈ ബാറ്റിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എത്രത്തോളം നിർണായകമാകുമെന്നത് മറ്റൊരു കാര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം ഇന്ത്യ മുന്നണിയിലെ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ഒന്നാണ്. കോൺഗ്രസ് പാർട്ടി ഇന്ന് 2 സംസ്ഥാനത്തേ ഉള്ളൂ. അത് ദക്ഷിണേന്ത്യയിലെ കർണാടകത്തിലും തെലങ്കാനയിലും മാത്രം. മൂന്നാമതൊരു സംസ്ഥാനത്ത് കൂടി സാന്നിധ്യം അറിയിച്ച് ഭരണത്തിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ പ്രസക്തി അവിടെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ലീവിങ് നോ സ്റ്റോൺ അൺടേൺഡ്, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട സമയത്താണ് ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് പിന്നിൽ ഗൺ പോയിന്റിൽ ഹൈക്കമാൻഡിനെ കുനിഞ്ഞു നിൽക്കേണ്ടി വരുന്നത്, മുട്ടുമടക്കേണ്ടി വരുന്നത്, കണ്ണ് ചിമ്മേണ്ടി വരുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും കൃത്യമായി നമുക്ക് പറയാനാവില്ല. സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമോ? ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുമോ? സ്വതന്ത്രമായി മത്സരിക്കുമോ? അതോ കോൺഗ്രസിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിമത പ്രവർത്തനം നടത്തുമോ? ഇതിലേതും സംഭവിക്കാം. അതോ ഹൈക്കമാൻഡ് അവസാന നിമിഷം പട്ടിക പുറത്തു വരുമ്പോൾ ഈ TO മോഹനനെ പിന്തള്ളി കണ്ണൂർ നിയമസഭാ സീറ്റ് കുമ്പക്കുടി സുധാകരൻ മത്സരിക്കും എന്ന ആത്യന്തിക തീരുമാനമാണ് എടുക്കുന്നത്. ആർക്കും ഒരു നിശ്ചയവുമില്ല, ഒന്നിനും ഒരു നിശ്ചയമില്ല എന്ന രീതിയിലാണ് ഇത് കോൺഗ്രസിന്റെ ഒരു രീതിശാസ്ത്രമായി മാറിയിരിക്കുന്നു. ഏറെ പ്രതീക്ഷയാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ, സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി വന്നപ്പോൾ വലിയ പ്രതീക്ഷയാണ് വരുന്നത്. കോൺഗ്രസ് കെട്ടുറപ്പുള്ള ഒരു സംവിധാനമായി പ്രവർത്തിക്കുന്നു. എക്കാലത്തേക്കാൾ, ഭൂതകാലത്തേക്കാൾ കൂടുതൽ ഐക്യം, കെട്ടുറപ്പ് കോൺഗ്രസ് പാർട്ടി കാട്ടിയ ഏതാനും വർഷങ്ങളാണ് കടന്നുപോയത്. പക്ഷെ ഇതാ ഏറ്റവും നിർണായക സമയത്ത് 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് അതിനുശേഷം ഭരണം കിട്ടാൻ സാധിക്കും എന്ന നിലയിൽ പല അഭിപ്രായ സർവേകളും വരുമ്പോൾ ഈ മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും സമഗ്ര ചിത്രം കാട്ടുന്നത് UDFന് LDFനേക്കാൾ ലേശം മേൽക്കൈ ലഭിക്കും എന്നും BJP ഒരുപക്ഷെ നില മെച്ചപ്പെടുത്തും എന്നുമൊക്കെയുള്ള പ്രവചനങ്ങളാണുള്ളത്. അപ്പൊ ആലിങ്ക പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണേ എന്ന രീതിയിലാണോ കാര്യങ്ങളുടെ ഒരു പോക്ക്? സുധാകരൻ എന്നൊരു വ്യക്തിയാണ്. കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതികായനാണ്. CPMനോട് 1982 മുതലെങ്കിലും നന്നായി മുട്ടം വെട്ടി നിന്ന് കോൺഗ്രസിന് കണ്ണൂർ ജില്ലയിൽ വടക്കൻ മലബാറിൽ പ്രത്യേകിച്ച് മേൽവിലാസം ഉണ്ടായി കൊടുത്ത ഒരു വലിയ നേതാവാണ്, സംശയമൊന്നുമില്ല. പക്ഷേ എക്കാലത്തും സുധാകരൻ കോൺഗ്രസിലായിരുന്നില്ല എന്നുകൂടി ഓർക്കണം നീലിമ. സംഘടനാ കോൺഗ്രസിൽ തുടങ്ങി, പിന്നീട് ജനതാ പാർട്ടിയിലെത്തി, അവിടെ നിന്നും വീണ്ടും മറ്റൊരു പരീക്ഷണത്തിലേക്ക് നീങ്ങി, അവസാനം കോൺഗ്രസിലെത്തി. ജയിച്ചും തോറ്റും ഒക്കെ തന്നെയാണ്, കൊണ്ടും കൊടുത്തും ഒക്കെ തന്നെയാണ് സുധാകരൻ ഇത്ര എത്തിയത്. പക്ഷെ ഇപ്പോൾ സുധാകരൻ ഉയർത്തുന്ന ആ ഒരു വെല്ലുവിളി അത് തനിക്ക് വേണ്ടി മാത്രമാണെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. തനിക്കൊരു മന്ത്രിസ്ഥാനം ആവശ്യമുണ്ട്. ഒരുപക്ഷെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാന ഇന്നിംഗ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്റെ സമുദായത്തിൽ വെറുമൊരു മന്ത്രിസ്ഥാനം കണക്കാക്കിക്കൊണ്ട് K. സുധാകരന് ഇത്തരത്തിൽ വലിയൊരു
യുദ്ധം പാർട്ടിക്കകത്ത് നടത്തുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? സുധാകരന്റെ യഥാർത്ഥ ലക്ഷ്യം മുഖ്യമന്ത്രിയാകുക എന്നത് തന്നെയാണ്. അതിനാണ് വി ഡി സതീശൻ തടയിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്കലാപ്പുണ്ടാവും, സ്വാഭാവികമാണ്. വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനും രമേശ് ചെന്നിത്തല എന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പറിനും സീനിയർ നേതാക്കളാണ് അവരൊക്കെ. ഈ രമേശ് ചെന്നിത്തല പ്രത്യേകിച്ച് സീനിയർ നേതാവാണ്. അവരുടെയൊക്കെ അതുപോലെ അതിശക്തനായ കെ സി വേണുഗോപാൽ, ഇവരുടെ എല്ലാം തലയ്ക്ക് മുകളിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സുധാകരനെ പ്രതിഷ്ഠിക്കും എന്ന ചിന്ത എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസുകാരുടെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെന്ന്. ഒരു മന്ത്രിസ്ഥാനം എന്നതിൽ ഇപ്പൊ ഡൽഹിയിൽ ചെന്നാൽ കെ സുധാകരന്റെ ഭാഷാ പ്രാവീണ്യവും കെ സുധാകരന്റെ ഇപ്പോഴത്തെ ഇവിടെയുള്ള തണ്ടും തടിപിടക്കും പാർലമെന്റിൽ എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ കഴിയും. 78 വയസ്സുള്ള സുധാകരന്റെ വലിയ ശേഷിയും ശേമുഷിയും ഒക്കെ പാർലമെന്റിൽ ഒരുപക്ഷെ ഒരു വോട്ട് 100 അംഗ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ ഒരു വോട്ട് എന്നതിനുപരിയായ എല്ലാവരെയും വിറപ്പിക്കുന്ന ഒരു പ്രഭാഷണമൊക്കെ ചെയ്ത് നരേന്ദ്രമോദിയെ വരച്ച വരയിൽ നിർത്താൻ തക്ക ഒരു വാഗ്വിലാസമൊന്നും ഡൽഹിയിൽ ചെല്ലുമ്പോൾ കെ സുധാകരനില്ല. നിയമസഭയിൽ സുധാകരൻ പുലിയാണ്, യാതൊരു സംശയവുമില്ല. ഒരു മന്ത്രി സ്ഥാനത്തിരുന്ന മുൻപ് മന്ത്രി സ്ഥാനത്തിരുന്നിട്ടുള്ള ആളാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാകും. ഇപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് തന്റെ അണികളുടെ പേരിലാണ് അദ്ദേഹം സീറ്റ് ചോദിക്കുന്നത് എങ്കിൽ പോലും വ്യക്തമായ സ്വാർത്ഥമായ ഒരു താല്പര്യം കെ സുധാകരൻ ഉണ്ട് എന്ന് പറയാം. അപ്പൊ ജി സുധാകരൻ വിഷയത്തെയും കെ സുധാകരൻ വിഷയത്തെയും വേറിട്ട് കാണേണ്ടതുണ്ട്. കെ സുധാകരൻ ജി സുധാകരൻ പാർട്ടിക്കുള്ളിൽ തഴയപ്പെട്ടു. ഒരു എം എൽ എ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടു. ഒരു ടേം കഴിഞ്ഞു. അടുത്ത ടേമിൽ വയസ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ടും മറ്റു പല കാരണങ്ങളും പറഞ്ഞുകൊണ്ടും പരിഗണിച്ചില്ല എന്നതൊരു അവഗണനയായി കാണാം. പക്ഷെ കെ സുധാകരനോട് എന്ത് അവഗണനയാണ്? അദ്ദേഹം പാർലമെന്റ് മെമ്പറാണ്. പാർലമെന്റ് മെമ്പറേക്കാൾ വലിയ സ്ഥാനമൊന്നും അല്ലല്ലോ നിയമസഭയിലെ ഒരു കണ്ണൂർ നിയമസഭാ സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ മറ്റു ചിലതാണ് ചിന്തയിൽ. അങ്ങനെ എത്ര കാലം കോൺഗ്രസ് പാർട്ടിക്ക് ഓരോ വ്യക്തി, ഓരോ റീജിയണൽ സത്രം ഉയർത്തുന്ന വെല്ലുവിളി കടിച്ചു പിടിച്ച് എത്രത്തോളം മുന്നോട്ട് പോകാനാവും? അതുകൊണ്ടാണ് ശ്രീ മല്ലികാർജുന ഖാർഗെ കല്ലേപ്പിളർക്കുന്ന ശാസന കൊടുത്തത്. ഈ ശാസന കൊടുക്കാമെന്നല്ലാതെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് LKG കുട്ടികൾ പിന്നെ സൈലൻസ് എന്ന് പറയുമ്പോൾ സൈലന്റ് ആയി ഇരിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ടിയൊന്നുമല്ലല്ലോ. അഭിപ്രായങ്ങൾ പലതും ഉണ്ടാകും, സ്വാഭാവികമായി അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടാകും. അപ്പൊ കെ സുധാകരൻ എന്ന ഒരു കല്ല് ഒരാണി ഇളകിയാൽ അതിനർത്ഥം നിരവധി 5 or 6 കോൺഗ്രസ് നേതാക്കൾക്ക് മത്സരിക്കാനുള്ള ലഡു പൊട്ടും മനസ്സിൽ. അത് അങ്ങനെ അങ്ങോട്ട് സപ്രസ് ചെയ്യാനാവില്ല. ഒരു MP മാർക്ക് 2 നീതി, കെ സുധാകരൻ ഇല്ലാത്ത ഒരു നീതി എങ്ങനെയാണ് മറ്റൊരാൾക്ക്? അപ്പൊ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അടൂർ പ്രകാശം ഉന്നയിക്കുന്ന കാര്യം അത് തന്നെയാണ്. സുധാകരന് മത്സരിക്കാമെങ്കിൽ എനിക്കുമാകാം. ഒരു സമുദായത്തിൽപ്പെടുന്ന ആളുകളാണ് രണ്ടും. തീയ സമുദായത്തിൽപ്പെടുന്ന ശ്രീ കെ സുധാകരനും ഈഴവ സമുദായത്തിൽപ്പെടുന്ന സമാനമായ സമുദായങ്ങളാണ്. അപ്പൊ സാമുദായിക പ്രാതിനിധ്യം ഉണ്ടാകണം. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, സമുദായത്തിന് തീർച്ചയായും UDF സംവിധാനം എല്ലാ സമുദായങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു സംവിധാനമാണല്ലോ UDF. അതായത് UDF-ന് പ്രത്യയശാസ്ത്രം എന്നതിനേക്കാൾ കൂടുതൽ ഒരു സോഷ്യൽ കോയലീഷൻ ബിൽഡപ്പ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണം നയിക്കുക ചില ഫോർമുലകളാണ്. ഇപ്പൊ ശിവഗിരി മഠത്തിന്റെ ഭാഗത്തു നിന്ന് 18 സീറ്റുകളിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തണം എന്ന് കല്ലേപ്പിളർക്കുന്ന ശാസന കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ആ രീതിയിൽ വിശ്വസിക്കാനാവില്ല. ഇനി അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അങ്ങനെ ജാതി മത സമുദായ സംഘടനകളുടെ സമ്മർദ്ദത്തിന് അടിപ്പെട്ടുകൊണ്ട് നടത്തേണ്ട തീരുമാനമാണോ പാർട്ടികളുടെ സ്ഥാനാർത്ഥിത്വം? ഇത് പുനർവിചിന്തനം ചെയ്യേണ്ട കാര്യമാണ്. ഇനി ജയിച്ച് അധികാരത്തിൽ വരുന്നു എന്ന് കരുതുക UDF, എങ്ങനെയാവും മന്ത്രിസഭ രൂപീകരിക്കുന്നത്? എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ഏകപക്ഷീയമായ അല്ലെങ്കിൽ ഒരു ഹൈക്കമാൻഡ് പറയുന്ന ആള് അല്ലെങ്കിൽ നിയമസഭാ കക്ഷി ഒരാളെ തിരഞ്ഞെടുക്കുന്നത്? അതെ, അങ്ങ് പറഞ്ഞു വരുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ ഈ മത്സര രംഗത്ത് തന്നെ ഇത്ര വലിയ സങ്കീർണതകൾ ഉണ്ടെങ്കിൽ ഒരു മന്ത്രിസഭാ രൂപീകരണമൊക്കെ വേണ്ടി വന്നാൽ എന്താകും അന്നത്തെ സാഹചര്യം എന്നതുകൂടി വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്ന കാര്യങ്ങളാണ്.